ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിജോ വർഗീസ്. വെൽക്കം ബാക്ക് ടു ഫൈനാൻഷ്യൽ സർവർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്. ഇൻഷുറൻസ് സംബന്ധമായ 200-ൽ പരം വീഡിയോസ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. ആ വീഡിയോ കാണാറുള്ള പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് താങ്കൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന്. അതിൻ്റെ ഉത്തരം സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയക്കുറവ് മൂലം ആയിരുന്നു എന്നതാണ്. ഒരു വീഡിയോ ചെയ്യുന്നതിനുള്ള സമയക്കുറവല്ല. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിരവധി എൻക്വയറീസ് അല്ലെങ്കിൽ സംശയങ്ങൾ വാട്സപ്പ് മുഖേന നമുക്ക് ലഭിക്കാറുണ്ട്. ഇതിന് മറുപടി നൽകുക എന്നുള്ളത് ടൈം കൺസംഷൻ തന്നെയാണ്. ഞാനൊരു ജോലി ചെയ്യുമ്പോൾ അത് 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഞാനത് ചെയ്യാറില്ല. യഥാർത്ഥത്തിൽ എനിക്ക് ഇൻഷുറൻസിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടാണ്. 2003-ൽ BA എക്കണോമിക്സ് കഴിഞ്ഞ് നേരെ ജോലിക്ക് കയറിയത് ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയിലാണ്. അവിടുത്തെ ഡീലർ ആയിരുന്നു ആദ്യത്തെ ജോലി. എന്നാൽ അതിനുശേഷം ഇൻഷുറൻസും സ്റ്റോക്ക് ബ്രോക്കിങ്ങും മ്യൂച്വൽ ഫണ്ടും എല്ലാമായി തുടരുന്നു. സോറി, ഞാൻ കുറച്ച് ചരിത്രം പറഞ്ഞു. അത് മറ്റൊന്നിനുമല്ല, 20 വർഷത്തിൽ പരം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റുമായി വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇന്ന് മുതൽ ഇൻഷുറൻസിനോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട് സീരീസ് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം. ഇൻഷുറൻസ് വീഡിയോസ് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് മ്യൂച്വൽ ഫണ്ട് വീഡിയോയും ഞാൻ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ നിലവിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ അല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ മേഖലയെക്കുറിച്ച് അറിയാത്തവർക്കും ചെറുതായി കേട്ടിട്ടുള്ളവർക്കും ചെറിയ രീതിയിൽ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും വേണ്ടിയാണ് ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ വേർഡ്സ് പരമാവധി ഞാൻ ഉപയോഗിക്കുന്നില്ല. വളരെ സിമ്പിളായി തന്നെ കാര്യം പറയാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ തുടക്കത്തിൽ തന്നെ ഈ സീരീസ് കാണണമെന്ന് നിർബന്ധമില്ല. 10-15 വീഡിയോകൾക്ക് ശേഷം ടോപ്പ് ലെവൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നതിന് മുമ്പായി മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള വീഡിയോസ് പലപ്പോഴും നിങ്ങൾ ടിവിയിലും കമ്പ്യൂട്ടറിലും മൊബൈലിലുമെല്ലാം കണ്ടിട്ടുണ്ടാവും. ആ പരസ്യത്തിന്റെ അവസാനം മുൻപ് വളരെ സ്പീഡിലും ഇപ്പോൾ അല്പം സ്പീഡ് കുറച്ചും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്, റീഡ് ഓൾ സ്കീം റിലേറ്റഡ് ഡോക്യുമെന്റ്സ് കെയർഫുള്ളി എന്നെല്ലാം. സാധാരണക്കാരൻ ഇത് കേൾക്കുമ്പോൾ ആദ്യം തന്നെ വിചാരിക്കുന്നത് ഇതെന്തോ തട്ടിപ്പാണെന്നാണ്. കാരണം റിസ്ക് ഉണ്ടെന്ന് അവർ തന്നെ അതിൽ പറയുന്നുമുണ്ട്. നമ്മൾ മലയാളികൾക്ക് പൊതുവെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരു അസംഷൻ എടുക്കും. അതാണ് ശരിയെന്ന് നമ്മൾ തന്നെ വിചാരിക്കുകയും ചെയ്യുന്നു. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാങ്കിങ് എന്നത് വളരെ സേഫ് ആണെന്നും മ്യൂച്വൽ ഫണ്ട് എന്നത് തട്ടിപ്പാണെന്നുമാണ് കുറച്ച് ആളുകളെങ്കിലും വിശ്വസിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് നേരെ തിരിച്ചാണ്. ഈ സീരീസിലെ കൂടുതൽ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്നതിന്റെ അർത്ഥം ഇത് തട്ടിപ്പാണ് എന്നല്ല. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ സിമ്പിളായി ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ന് നിങ്ങൾ 1 പവൻ സ്വർണം 60,000 രൂപയ്ക്ക് വാങ്ങി എന്ന് കരുതുക. നാളെ ഒരു പക്ഷേ അതിന്റെ വില 500 രൂപ കുറഞ്ഞ് 59,500 രൂപയാകാം. ഇത്ര മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഒരു സാധ്യത ഉപഭോക്താവിനെ അറിയിക്കുക മാത്രമാണ് ഇതിലൂടെ ചെയ്യുന്നത്. സത്യം പറയുന്നവരെ സാധാരണ ആളുകൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. എന്നാൽ കള്ളം പറയുന്നവരെയും മിസ്ലീഡ് ചെയ്യുന്നവരെയും ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ സത്യസന്ധതയാണ് മ്യൂച്വൽ ഫണ്ടിന്റെ പരസ്യത്തിലും നിങ്ങൾ കാണുന്നത്. ഇന്നത്തേത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. മ്യൂച്വൽ ഫണ്ട് എന്നത് പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിവിധ നിക്ഷേപകരിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്ത് ആ ഫണ്ട് ഓഹരികളിലും ബോണ്ടുകളിലും സമാനമായ സ്വത്തുക്കളിലും നിക്ഷേപിക്കുന്ന ഒരു രീതിയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ടാവും. ഇതിനെന്തെങ്കിലും ചാർജ് ഉണ്ടോ, രജിസ്ട്രേഷൻ ഉണ്ടോ, അതുപോലെ എന്താണ് ഓഹരി, എന്താണ് ബോണ്ട് എന്നിങ്ങനെയൊക്കെ. അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം ഞാൻ വിശദമായി വരുന്ന വീഡിയോകളിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നതാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ഓഹരി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്നുള്ളതാണ്. ഓഹരി വിപണിയെക്കുറിച്ചും അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും കുറച്ച് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് മുകളിൽ ഐകാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നിങ്ങളത് കണ്ടില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. വരുന്ന വീഡിയോകളിലെല്ലാം ഇതേക്കുറിച്ച് ഞാൻ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. എൻ്റെ ഇഷ്ടം മാത്രമല്ല, കാണുന്നവർക്കും കൂടുതൽ താല്പര്യം അത്തരം വീഡിയോകളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ക്ഷമയുള്ള നല്ല ഇൻവെസ്റ്റർ ആകണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകളും കമൻ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോസിൽ ഞാനത് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയും പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നവരെ സൈൻ ഓഫ് ബിജോ. ഹാവ് എ നൈസ് ഡേ.